പ്രിയപ്പെട്ടവരെ, ഇസ്മായിലാണ് ഹബാബ് ട്രാവൽസ് ചമ്മാട് കൊണ്ടോട്ടി. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് യാത്രയിൽ പുറപ്പെട്ടവരും ഈ വർഷം പോവാനിരിക്കുന്നവരുമായിട്ടുള്ള കുറച്ച് ഹാജിമാർ ചമ്മാട് താജ് ഓഡിറ്റോറിയത്തിലെ മിനി കൺവെൻഷൻ സെൻറ്ററിൽ ഈ കഴിഞ്ഞ ദിവസം ഒരുമിച്ച് കൂടിയ കുറച്ച് വീഡിയോസും കാര്യങ്ങളുമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു. കാരണം വളരെ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളും അതേപോലെ തന്നെ എന്തുകൊണ്ടും നമ്മുടെ മുഴുവൻ അമീറന്മാരും സയ്യിദ് ജാഫർ തുറാബ് തങ്ങൾ പാണക്കാട്, അതേപോലെ നൗഫൽ ബുഖാരി ചാലിയം തുടങ്ങി നമ്മൾ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള മുഴുവൻ അമീറന്മാരും പങ്കെടുത്ത ഒരു നല്ല ഒരു ഇവൻ്റ് ആയിരുന്നു. നമുക്ക് കണ്ടു നോക്കാം. സീറ്റ് എടുത്ത് ഹബാബിന്റെ അണ്ടറിൽ തന്നെ പോവാൻ തീരുമാനിക്കപ്പെടുകയും പടച്ചറബ് ഇവിടെ വന്നത്, ഒരുമിച്ച് കൂടിയത്, ദുആ ചെയ്യുന്നത്, ഭൂമി ലോകത്ത് വലിയ അവസരവും തൗഫീഖും ലഭിച്ചവരാണ് ഹാജിമാരാകുന്ന ഉംറക്ക് പോയ നമ്മളൊക്കെ. ഒന്ന് 5 തയ്യാറെടുപ്പ് അവൻ ചെയ്യണമെന്ന്, ഒന്ന് കൂടിയ ആലോചന. പോരാൻ ഉദ്ദേശിച്ച ഉടനെ എവിടെയെങ്കിലും പോയിട്ട് പാസ്പോർട്ട് എടുത്തിട്ട് അത് പോയിട്ടാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അത് പോയിട്ട് വന്നാൽ ഒരുപക്ഷെ അവരുടെ ക്ലാസ്സിൽ പോയ അള്ളാഹുവിൻ്റെ ഹൈറാക്കി ചെല്ലുമാറാകട്ടെ. നല്ല രൂപത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്ത് റാഹത്താണ് അള്ളാഹു തോൽപ്പിക്കുകയുമാണ്. ഹജ്ജുദ്ദേശിച്ചാൽ ചില്ലറ ബാധ്യക്കാരല്ല, അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് വിരുന്നുകാരായ അള്ളാഹുവിൻ്റെ ക്ഷണിതാക്കളാണ്. ചില്ലറ തോഫീഖല്ല, അത് നേരത്തെ ക്ലാസ്സിൽ ഉസ്താദ് ഇസ്മായിൽ ട്രാവൽസിന് ജനുവരിയിൽ ഇസ്മായിൽ അവരെ കണ്ടു. ആദ്യം കണ്ടില്ല, ഫോണിലൂടെ സംസാരിച്ചു. അങ്ങനെ ആദ്യം കൊടുക്കാൻ ഉദ്ദേശിച്ച ട്രാവൽസ് കാശ് വളരെ കുറവായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് പിന്നീട് നിങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആളുകൾ ധർമ്മം നടത്തിയതെന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിൽ കൊടുക്കാനിരുന്നത് വളരെയധികം ഭാഗ്യമാണ്. അങ്ങനെ ഇസ്മായിൽ അവരോട് സംസാരിച്ച് ആരാണ് നിങ്ങളുടെ അമീറെന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദ് ജാഫർ തുറാബ് തങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ സയ്യിദായപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ ആണ് ഞാൻ ഇതിൽ കൊടുക്കാനുണ്ടായ കാരണം. വളരെയധികം വളരെയധികം മെച്ചപ്പെട്ട സേവനമായിരുന്നു. അതോടുകൂടി തന്നെ സയ്യിദ് അവരോട് കൂടെ ഇവിടെ പൊന്നാനി മുദരിസായ ബഹുമാനപ്പെട്ട മർഹൂം PKS തുറാബ് തങ്ങളുടെ പൊന്നാമനും ബഹുമാനപ്പെട്ട സയ്യിദ് തുറാബ് തങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ആ 2 സാദാത്യങ്ങളും കൂടി ആയപ്പോൾ വളരെയധികം വളരെ സന്തോഷമായിരുന്നു ഞങ്ങളുടെ യാത്ര. എല്ലാ കാര്യങ്ങളും തങ്ങളുടെ എല്ലാ ദിവസങ്ങളിലുള്ള ക്ലാസുകളും മറ്റും എല്ലാം വളരെയധികം സന്തോഷകരമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരോടും എല്ലാവരോടും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പോയവർക്ക് വീണ്ടും കറാത്ത് മറണം നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഇങ്ങനെ നേരെ മറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. പഴയ ആളുകൾ ഇത് വലിയൊരു പാടല്ലേ. യാത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വിഷമവും പ്രയാസവും അതുപോലെ തന്നെ സുഖവും ദുഃഖവും എല്ലാം ഈ ലോകത്ത് അവൻ്റെ ഏത് യാത്രകളിലും അവൻ നേരിടേണ്ടി വരും. ഈ പ്രാവശ്യം ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് ഇവിടെ നിന്ന് എത്രയോ ദൂരം അപ്പുറത്ത് കിടക്കുന്ന മഗ്‌രിബിൽ മൊറോക്കയിൽ സിയാറത്തുണ്ട്. അവിടെ നിന്ന്
2-3 മണിക്കൂർ നീണ്ടു നിന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ഞങ്ങൾ എടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. സയ്യിദ് ജാഫർ തുറാബ് തങ്ങളും നൗഫൽ ബുഖാരി തങ്ങളും കൂടെ ഈ വർഷത്തെ ഹജ്ജിനുള്ള പാസ്പോർട്ട് സ്വീകരണവും നമ്മുടെ ഈ പരിപാടിയിൽ നടന്നു. എല്ലാവരോടും സന്തോഷം അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ.